കേരളത്തിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അത് പുറത്തുവിടാനായിട്ട് അല്പം ഒന്ന് മാന്തിച്ചെങ്കിലും അതിനകത്ത് മറ്റ് ദോഷകരമായിട്ടൊന്നുമില്ല എന്ന് സർക്കാർ ഉൾപ്പെടെയുള്ളവർ പറയുകയും ഏതായാലും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. എന്നാൽ ആ റിപ്പോർട്ട് പുറത്തു വന്നോടം മുതൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ സുരക്ഷിതത്വമില്ലായ്മയെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു. അവിടെ അഭിനയിക്കാൻ പോകുന്നവർ നേരിടുന്ന പലതരത്തിലുള്ള ചലഞ്ചസ് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ ചർച്ചകൾ വരുമ്പോൾ പല സിനിമാ താരങ്ങളെയും ഇതിനോടകം മാധ്യമങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചിലർ ഒഴിഞ്ഞു മാറി, മറ്റു ചിലർ ഞങ്ങൾക്കറിയില്ല, സംഭവത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു. മറ്റു ചിലർ വിശദാംശങ്ങൾ മനസ്സിലാക്കട്ടെ എന്നിട്ട് പ്രതികരിക്കാമെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സാംസ്കാരിക മന്ത്രി കൂടെയായ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരോട് ഈ വിഷയങ്ങൾ, ഈ റിപ്പോർട്ട് പുറത്തു പോയാൽ നിങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ കമ്മിറ്റിയുടെ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം, ചിത്രീകരണ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള അതിക്രമങ്ങൾ, താമസ സ്ഥലത്തെ അസൗകര്യങ്ങൾ, അങ്ങനെയുള്ള വിവിധ തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും ചർച്ച ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഒരു കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള അതിൻ്റെ വശങ്ങൾ കൂടെ മനസ്സിലാക്കി വേണം ആരും പ്രതികരിക്കാൻ. എടുത്തിയാടി ഒരു പ്രതികരണം നമുക്ക് നടത്താനായിട്ട് പറ്റില്ല. പണ്ട് കാലം മുതലേ പലരും പലതരത്തിലുള്ള കഥകൾ പറയാറുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ആധികാരികമായും വ്യക്തമായും തെളിവോടുകൂടെ പുറത്തേക്ക് വരാതെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ റിപ്പോർട്ട് വന്നെങ്കിലും പുറത്ത് നടക്കുന്ന ചർച്ചകൾ എന്ന് പറഞ്ഞത് പ്രമുഖർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ആരുടെ പേരാരും പറയുന്നില്ല. ആ മേഖലയ്ക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുവാനും അവർ ആർട്ടിസ്റ്റുകളാണല്ലോ, അവർക്ക് ആ മേഖലയിൽ തുറന്നും പ്രവർത്തിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ദോഷകരമാകാത്ത നിലയിൽ ചർച്ചകളിൽ വന്നിട്ടുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയും മറ്റും ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ആളുടെ പേര് പറയുന്നത് എന്താണ് മടി എന്നാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായി ആളുകൾ ചോദിക്കുന്നത്, പക്ഷെ അതൊന്നും പുറത്തേക്ക് വിടാനായിട്ട് കഴിയുന്ന കാര്യമാകണമെന്നില്ല. പിന്നെ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പ്രത്യേകം അന്വേഷിക്കാനുള്ള ട്രൈബ്യൂണലുകൾ രൂപീകരിക്കുകയും അത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് പഠിക്കുകയും സമയബന്ധിതമായ വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദീർഘനാളുകളായി ചൂഷണത്തിന് വിധേയരാകുന്നവർ എന്തുകൊണ്ട് മൗനമായി അതിനകത്ത് തന്നെ തുടരുന്നു? പുറത്തിറങ്ങിയാൽ അപമാനമാകും, അല്ലെങ്കിൽ തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഫീൽഡ് തങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള ചിന്ത കൊണ്ടാണോ ഇത് ചെയ്യുന്നതെന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ തെറ്റിദ്ധാരണകളാകാം. അങ്ങനെ അത് സംഭവിക്കുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. നിങ്ങൾക്ക് അത് കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്താം. ഏതായാലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിശ്ചയമായിട്ടും സംഘടനാ പ്രതിനിധികളുമായിട്ടും ഒക്കെ സംസാരിച്ച് ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു വ്യക്തത വരുത്തുവാനായിട്ട് സർക്കാർ വരും ദിവസം പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഓരോ വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. കാഫിർ വിവാദം എന്ന് പറയുന്ന ഒന്നിങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പുതിയൊരു സംഭവം ഉണ്ടായത്. സാധാരണ രീതിയിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു പുതിയ വിഷയം വരുമ്പോഴത്തേക്ക് പഴയ സംസ്കരിക്കും പല വിവാദങ്ങളെ മറയ്ക്കുവാൻ വേണ്ടി, വഴിതിരിച്ചു വിടുവാൻ വേണ്ടിയുമാണ് പുതിയ ചർച്ചകൾ വരുന്നതെന്ന് പോലും ആളുകൾ പറയുമ്പോൾ അത്ഭുതപ്പെടാനൊന്നും ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതായിട്ടില്ല. ഇപ്പോൾ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തെക്കുറിച്ചോ അവിടുത്തെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും കാര്യമായ ചർച്ചകൾ ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെ ആളുകൾക്ക് പുതിയ ഓരോ സാധനങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് അവർ ആ വിഷയങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ദിവസങ്ങളിൽ നോക്കിക്കാണാം എന്താണ് തുടർന്നുള്ള കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച്. ഏതായാലും പുതിയ വിശേഷങ്ങളും വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.